ഹായ്, അസ്സലാമലൈക്കും. ഇന്ന് ഞാനൊരു വെറൈറ്റി സ്നാക്സ് ആണ് ഉണ്ടാക്കുന്നത്. നമുക്ക് വൈകിട്ട് ചായയുടെ ഒക്കെ കൂടെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് പപ്പടവട അല്ലെങ്കിൽ ബോളി എന്ന് പറയും. അപ്പൊ നമുക്ക് അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് അറിയാം. അതിന് ഞാൻ 1 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. ചെറിയൊരു ബൗളില് കടലമാവ് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നീട് ഞാൻ എടുത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ അരിമാവാണ്. വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ബോളി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിമാവ് ചേർക്കുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചെറിയ ജീരകം 1/2 ടേബിൾ സ്പൂൺ പൊടിച്ചു വെച്ചിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരല്പം കറിവേപ്പില കൂടി ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളൊക്കെ നന്നായിട്ട് ഇതിലൊന്ന് മിക്സ് ആവണം. ഞാൻ ഇതിൽ എള്ള് ചേർത്ത് കൊടുക്കുന്നില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എള്ള് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ശരി തിക്കായിട്ട് നമുക്ക് കിട്ടണം. ഈ ഒരു തിക്നെസ്സിൽ നമുക്കിത് കിട്ടണം. നമ്മുടെ പപ്പടം മുക്കിയെടുക്കാനുള്ള മാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിനായിട്ടൊരു 8 പപ്പടമോളം എടുത്തിട്ടുണ്ട്. ഒരുപാട് വലിയ പപ്പടമല്ല, മീഡിയം അളവിലുള്ള പപ്പടമാണ് എടുത്തിരിക്കുന്നത്. സാധാ പപ്പടം 8 എണ്ണം എടുത്തിട്ടുണ്ട്. അതിനുള്ള മാവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാനിനി ഇതിലേക്ക് ഓരോ പപ്പടവും ഒന്ന് മുക്കി 2 സൈഡും നമ്മൾ പപ്പടം മുക്കിയെടുക്കുക. എന്നിട്ട് കുറച്ച് ഇതേപോലെ ഒന്ന് മാവ് കളഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യേണ്ടത് കേട്ടോ. ഓരോന്നോരോന്നായിട്ട് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുക. പപ്പടം എന്താ പൊങ്ങി വരുന്നുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നല്ല പപ്പടം നോക്കി വാങ്ങുക. പപ്പടം നല്ലതല്ല എന്നുണ്ടെങ്കിൽ ഇത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടില്ല. ചില പപ്പടം കടയിൽ നിന്ന് വാങ്ങുമ്പോഴത്തേക്ക് അത് നമുക്ക് കഴിക്കാനേ കൊള്ളാതെ എടുത്ത് കളയേണ്ട ഒരു അവസ്ഥ വരും. നമുക്ക് അറിയാൻ പറ്റില്ല നല്ല പപ്പടം ഏത്, കൊള്ളാത്ത പപ്പടം ഏതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഓക്കെ, ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. 2 സൈഡ് നന്നായിട്ട് മറിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കണം. കലക്കുന്ന മാവിലെ ഉപ്പ് നോക്കി വേണം ചേർക്കുന്നത്. അല്പം ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. കാരണം പപ്പടത്തിൽ ഓൾറെഡി ഉപ്പുണ്ട്. അപ്പൊ നമ്മള് മാവിന്റെ മിക്സിൽ ഒരു നുള്ള് ഉപ്പ് ഇട്ടാൽ മതിയാവും. അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. 2 സൈഡും ഇതേപോലെ ഒരു 3-4 പ്രാവശ്യം മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്യണം. അല്ലെങ്കിൽ പപ്പടം ഉള്ളിൽ വേവാണ്ട് നമുക്കൊരു കടി തിന്നുമ്പോഴത്തേക്ക് ഒരു പച്ച നമുക്ക് കടിക്കും. നമ്മുടെ പപ്പട വട ഇപ്പോൾ ഇവിടെ നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിത് കോരിയെടുക്കുകയാണ്. അടുത്തതും ഇതേപോലെ മാവില് മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പൊ നമ്മുടെ പപ്പടവടയ്ക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ പപ്പടവടയും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പപ്പടവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ചായയുടെയൊക്കെ കൂടെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക. നമുക്ക് പുതിയ റെസിപ്പീസുമായി കാണുന്നിടം വരെ താങ്ക് യു.